പാർട്ടി അംഗത്വത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോകിൽ ആശങ്ക പ്രകടിപ്പിച്ച് CPIM സംഘടനാ റിപ്പോർട്ട്. ഇക്കഴിഞ്ഞ വർഷം കേരളത്തിലെ കാൻഡിഡേറ്റ് മെമ്പർമാരിൽ നിന്ന് 22.8% പേർ പൂർണ്ണ അംഗത്വത്തിലേക്ക് വരാതെ കൊഴിഞ്ഞുപോയി എന്നാണ് റിപ്പോർട്ട്. പ്രായപരിധിയുടെ പേരിൽ ഒഴിവാകുന്നവർക്ക് പാർട്ടി ഘടകവും കർമ്മമേഖലയും നിശ്ചയിച്ച് നൽകാത്ത സംഭവങ്ങൾ അത് തിരുത്തണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. 75 വയസ്സ് പ്രായപരിധി നിബന്ധനയിൽ നേതൃസമിതിക്ക് പുറത്തുപോയ നേതാക്കളെ അവഗണിക്കുന്നുവെന്ന് കേരളത്തിലടക്കം പരാതികളുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ സംഘടനാ റിപ്പോർട്ടിലെ പരാമർശങ്ങൾക്ക് പ്രത്യേക പ്രസക്തി കൈവരുന്നുണ്ട്. ഏതെങ്കിലും സംഭവത്തെ പ്രത്യേകമായി പറയുന്നില്ലെങ്കിലും പ്രായനിബന്ധനയിൽ ഒഴിവായ നേതാക്കൾക്ക് ഘടകവും കർമ്മമേഖലയും നിശ്ചയിച്ചു നൽകാത്ത പ്രശ്നമുണ്ടെന്ന് സംഘടനാ റിപ്പോർട്ട് സ്ഥിരീകരിക്കുകയാണ്. ഇത് തിരുത്തണമെന്നാണ് റിപ്പോർട്ടിലെ ആവശ്യം. സംസ്ഥാന സമിതികളിൽ പ്രത്യേക ക്ഷണിതാക്കൾ അധികമാകുന്ന പ്രവണതയ്ക്കെതിരെയും റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ചില സംസ്ഥാന സമിതികളിൽ അനുവദനീയമായതിലും കൂടുതൽ ക്ഷണിതാക്കളുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റി മാർഗനിർദ്ദേശം പാലിക്കണം. വിശിഷ്ട സേവനത്തിന്റെ ദീർഘകാല ചരിത്രമുള്ളവരെ മാത്രം ക്ഷണിതാക്കളാക്കിയാൽ മതിയെന്നാണ് റിപ്പോർട്ടിലെ നിർദ്ദേശം. പാർട്ടി അംഗത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിനെ പറ്റിയും സംഘടനാ റിപ്പോർട്ട് ആശങ്ക പ്രകടിപ്പിക്കുന്നു. ചില സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്ക് വളരെ കൂടുതലാണ്. 2024 കേരളത്തിലെ കാൻഡിഡേറ്റ് മെമ്പർമാരിൽ 22.8% പൂർണ്ണാംഗത്വത്തിലേക്ക് എത്താതെ കൊഴിഞ്ഞുപോയി. ഇക്കാര്യത്തിൽ കേരളത്തിന് മുന്നിലുള്ളത് തെലങ്കാന മാത്രമാണ്. പൂർണ്ണാംഗങ്ങളിലും കൊഴിഞ്ഞുപോക്കുണ്ട്. 7 സംസ്ഥാനങ്ങളിലെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് 6%. തമിഴ്നാട്ടിൽ 10% കൊഴിഞ്ഞുപോക്കിന്റെ നിരക്ക്. പാർട്ടി അംഗങ്ങളുടെ നിലവാരവും രാഷ്ട്രീയ ഉള്ളടക്കവും കുറയുന്നതിനൊപ്പം CPM നേരിടുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് അംഗങ്ങളുടെ കൊഴിഞ്ഞുപോക്ക്. പാർട്ടിക്ക് ശക്തിയുള്ള കേരളത്തിൽ പോലും ഈ ഭീഷണി ഉണ്ട് എന്നതാണ് സംഘടനാ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. മധുരയിൽ നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24.